ഇപ്പോൾ കേരള വിരുദ്ധ സമരസമിതി നേതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ കൂടി ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ, ഇതാ എല്ലാ പ്രഖ്യാപനങ്ങളും റദ്ദാക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ടു പോകുന്ന ആളുകളാണ്. ആദ്യ പ്രതികരണം എന്തായിരുന്നു? അമൃത, രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ പ്രഖ്യാപനം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് ഈ കേസെടുത്ത സമരസമിതി നേതാക്കളുടെ പേരുള്ള കേസുകളടക്കം റദ്ദ് ചെയ്യാൻ ശുപാർശ ചെയ്യുമെന്നായിരുന്നു. ഈ സമരസമിതിയുടെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും പേരിൽ ഒരുപാട് കേസെടുക്കപ്പെട്ട, ഇതിനുവേണ്ടി ഒരുപാട് സമരം ചെയ്ത സമരസമിതി നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സംസ്ഥാന നേതാവാണ് ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സമരം നിങ്ങൾ ഒരുപാട് നടത്തി, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നു ഈ പദ്ധതി പിൻവലിക്കാൻ. ഇപ്പോൾ എന്താ തോന്നുന്നത്? വലിയ സന്തോഷമാണ്, വലിയ ആശ്വാസമാണ്. 7 വർഷമായി സ്വൈര ജീവിതം നഷ്ടപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അതായത് ലക്ഷങ്ങൾ, 1 ലക്ഷത്തിലേറെ ജനങ്ങളുടെ സ്വൈര ജീവിതം തിരിച്ചു കിട്ടുന്ന, ഇനി ഈ കേസുകളുടെ പിൻവലിക്കപ്പെടുന്നതോടുകൂടി പൂർണ്ണമായും ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഭീഷണിയിൽ നിന്ന് ജീവിതം മുക്തമാകുന്ന ഒരുപാട് ആളുകളാണ് ഈ സമരസമിതിക്കൊപ്പം അണിചേർന്നത്. വലിയ സന്തോഷവും വലിയ ആശ്വാസവുമാണ്. രാത്രിയിൽ ഉറക്കമില്ലാതെ കരഞ്ഞ, അതിന് ചികിത്സ എടുക്കേണ്ടി വന്ന, മാനസിക പ്രശ്നം ഉണ്ടായി ചികിത്സ എടുക്കേണ്ടി വന്ന കൊച്ചു കുട്ടികളടക്കമുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു വലിയ സർക്കാർ സൃഷ്ടിച്ച ഒരു ഭീതിയിൽ നിന്ന് ഒഴിവായതിൻ്റെ വലിയ സന്തോഷമാണ് നമുക്കുള്ളത്. ഇതൊരു പദ്ധതി നടത്തിപ്പ് എന്നതിനപ്പുറം സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുടെ ഭൂമിയുടെ ക്രയവിക്രയത്തിൽ വരുന്ന തടസ്സം ഈ മഞ്ഞക്കുറ്റി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതോടെ എന്നതാണ് നിങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. പിന്നീടാണ് പാരിസ്ഥിതിക പ്രശ്നം അടക്കം ഉയർത്തിയതും. ഇതിലെന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം വന്നതിലൂടെ ഉണ്ടാകുന്ന ആശ്വാസം എന്താണ്? മഞ്ഞക്കുറ്റി സ്ഥാപിച്ച വീടുകളിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമി വിജ്ഞാപനം ചെയ്തിരുന്നു. ഈ കുറേ സർവേ നമ്പറുകൾ വിജ്ഞാപനം ചെയ്തിരുന്നു. അതോട് ചേർന്ന് വരുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ക്രയവിക്രയങ്ങൾ, അതായത് വീട്ടിൻ്റെ മുറ്റത്തൊരു തൂണ് വെക്കാൻ നമ്മളൊരു അനുവാദം ചോദിച്ചാൽ അത് ലഭിക്കാത്ത സാഹചര്യം. കാരണം സിൽവർ ലൈനിന് വേണ്ടി അലൈൻമെൻറ്റ് കണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ അലൈൻമെൻറ്റിൽ പെടുന്ന 10, 20, 100 മീറ്ററിൻ്റെ കാര്യമല്ല. നമ്മൾ പലയിടത്തും പോകുമ്പോൾ, തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്ത് നമ്മൾ അലൈൻമെൻറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയുള്ള വീട്ടിൽ ചെല്ലുമ്പോഴേ അവർ പറയുന്നു, അവരൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ അലൈൻമെൻറ്റിലല്ല താമസിക്കുന്നതെന്നുള്ള ഒരു കത്ത് വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്ന സാഹചര്യമുണ്ട്. അത്രമേൽ അലൈൻമെൻറ്റിന് പുറത്തുള്ള ആളുകളെ കൂടെ വൻതോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. അത് മഞ്ഞക്കുറ്റി സ്ഥാപിക്കൽ മാത്രമായിരുന്നില്ല, ഈ പ്രഖ്യാപനം വന്നതോടുകൂടെ തന്നെ ഈ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിവൊന്നും ലഭിക്കുന്നില്ലെങ്കിലും സർക്കാർ തലത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. അത് നമുക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. ഇതാണ് ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ, ഇവർ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ഇരകളെ സൃഷ്ടിക്കുന്ന പദ്ധതി ആകാൻ പാടില്ല, പാരിസ്ഥിതികമായ ഒരു ദുരന്തമുണ്ടാകുന്ന ഒരു പദ്ധതി ആകാൻ പാടില്ല. അതിനുവേണ്ടിയായിരുന്നു സംസ്ഥാനത്തുടനീളം ഇവർ കഴിഞ്ഞ 5 വർഷക്കാലമായി ത്യാഗം സഹിച്ചും ഈ ഒരു സമരവുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പ്രഖ്യാപനം എന്നുകൂടിയാണ് ഈ സമരസമിതി നേതാക്കൾ നമ്മളോട് പറയുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.